ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തൻ്റെ താലിമാലയിൽ പിടിച്ചുകൊണ്ട് ജയറാമിനെ കുറിച്ച് ആലോചിക്കുകയാണ് നന്ദിനി. അതേസമയം കാർത്തി നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വല്യച്ഛൻ കണ്ണു തുറന്നിട്ടുണ്ടെന്ന് കാർത്തി പറയുമ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ഈ കാര്യം നന്ദിനി ചെന്ന് സാവിത്രിയോടും രാമഭദ്രനോടും പറയുകയാണ്. ഇത് കേൾക്കുന്ന സാവിത്രിക്കും ആശ്വാസമാകുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുന്ന നന്ദിനി സിന്ദൂരമെടുത്ത് തന്റെ താലിയിൽ തൊടിയിക്കുകയാണ്. തുടർന്ന് ജയറാമിനെ കുറിച്ചോർത്ത് സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലുള്ള കൃഷ്ണവിഗ്രഹത്തിന്റെ മുന്നിൽ ചെന്ന് നന്ദി പറയുകയാണ്. മീനാക്ഷി, എൻ്റെ അച്ഛൻ്റെ രോഗങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റി പഴയതുപോലെ ആക്കിത്തരാൻ മീനാക്ഷി കണ്ണനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മീനാക്ഷി കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. താൻ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണെന്ന് മീനാക്ഷി പറയുന്നു. തന്റെ പ്രാർത്ഥനയുടെ ഫലമാ ഇപ്പോൾ വല്യച്ഛൻ കണ്ണു തുറന്നിരിക്കുന്നതെന്ന് കാർത്തി പറയുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. എന്താണെങ്കിലും ജയറാമിന്റെ മാറ്റം ഞങ്ങൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. മോളുടെ പ്രാർത്ഥന കൊണ്ടാണ് എല്ലാം നടന്നത്. അധികം സ്ട്രെസ് ഒന്നും ജയറാമിന് കൊടുക്കരുതെന്നും ഡോക്ടർ പറയുമ്പോൾ ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. അതിനെന്താ, കണ്ടോളാൻ ഡോക്ടർ പറയുമ്പോൾ മീനാക്ഷി ജയറാമിന്റെ അടുത്തേക്ക് പോവുകയാണ്. മീനാക്ഷി അച്ഛ എന്ന് വിളിക്കുമ്പോഴൊന്നും ജയറാം കണ്ണു തുറക്കുന്നില്ല. തുടർന്ന് അല്പം ചന്ദനമെടുത്ത് മീനാക്ഷി ജയറാമിന്റെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുമ്പോൾ ജയറാം കണ്ണു തുറക്കുകയാണ്. അമ്മ വന്നിരുന്നോ എന്ന് ജയറാം ചോദിക്കുമ്പോൾ മുത്തശ്ശി വന്നില്ലെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന ജയറാം വിഷമത്തോടെ മനസ്സിൽ പറയുകയാണ്, അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാനായിട്ടില്ലെന്നാ തോന്നുന്നത്. അല്ലെങ്കിലും ഞാൻ അമ്മയുടെ മരിച്ചുപോയ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ കിടക്കുകയാണ് ജയറാം. ദേവി വന്നില്ലേ എന്ന് ജയറാം ചോദിക്കുമ്പോൾ അമ്മയുണ്ടായിരുന്നെന്നും കുഞ്ഞിനെ നോക്കേണ്ടതുകൊണ്ട് വീട്ടിലേക്ക് പോയെന്നും മീനാക്ഷി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഗിരിയെയും നന്ദിനിയെയുമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഗിരി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. എന്താ ഗിരി ഇവിടെ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ എനിക്ക് നന്ദിനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനുശേഷം പോകാമെന്നും പറഞ്ഞ് ഗിരി പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ നന്ദിനിക്ക് ആരാണെന്ന് ഗിരി ചോദിക്കുമ്പോൾ എനിക്കൊരു സഹോദരനെ പോലെയാ തോന്നുന്നതെന്ന് നന്ദിനി പറയുന്നു. എന്നാലേ എനിക്ക് ചങ്ങാതിയാകാനാ ഇഷ്ടം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ പറയാറ്. നന്ദിനിക്ക് ജയറാമിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലേ. നന്ദിനിയുടെ മനസ്സ് മുഴുവൻ ജയറാമല്ലേ. ജയറാം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നന്ദിനിക്കുണ്ടായിരുന്ന പേടിയും വെപ്രാളവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഒരു കാര്യം എനിക്കറിയാം ഗിരി, ജയേട്ടൻ അത്ര ദുഷ്ടനൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അയാള് നന്ദിനിയെ വിട്ട് മാധുരിയെ വിവാഹം ചെയ്തത്? മാധുരിയും ജയേട്ടനും കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരായിരുന്നു എന്ന് നന്ദിനി പറയുമ്പോൾ എന്ന് വെച്ച് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ എന്ന് ഗിരി ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനി അത് അംഗീകരിക്കുമോ? ജയറാമിന് നന്ദിനി എന്നാലേ സ്വന്തം ജീവൻ പോലെയാണ്. നന്ദിനിയുടെ മനസ്സിലും ജയറാം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ട് വീണ്ടും നന്ദിനിക്ക് ജയറാമിനെ സ്വീകരിച്ചൂടാ? അതൊന്നും വേണ്ട ഗിരി, ശരിയാകില്ലെന്ന് നന്ദിനി പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണെന്ന് ഗിരി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നന്ദിനിയും ഗിരിയും ഹോസ്പിറ്റലിലെത്തിയിരിക്കുകയാണ്. ഡിസ്ചാർജ് ഞാൻ അധികം വൈകാതെ തന്നെ എഴുതിത്തരാമെന്നും പക്ഷേ മരുന്നുകളെല്ലാം മുടങ്ങാതെ കഴിക്കണമെന്നും ഡോക്ടർ പറയുന്നു. കൂടാതെ മീനാക്ഷിയോട് ജയറാമിനെ നന്നായി തന്നെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒന്നുകൂടി നന്ദിനിയോട് മാപ്പ് പറയുകയാണ് ജയറാം. എന്നാലും എൻ്റെ അമ്മ എന്നോട് ക്ഷമിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ജയറാം കരയുമ്പോൾ നന്ദിനി പറയുകയാണ്, ജയേട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ തന്നെ കാരണം അമ്മയുടെ പ്രാർത്ഥനയാണ്. ഇത് കേൾക്കുന്ന ജയറാം അതിശയത്തോടെ നന്ദിനിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.